വുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, ഈ ശതമാനം അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഉത്തരങ്ങളിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം, ശതമാനം എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് കടക്കാം. എന്താണ് ശതമാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ പദം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പെർസെൻറ്റേജ് എന്നൊക്കെ പറയും. എന്താണ് ശതമാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ അങ്ങനെ ചോദ്യമൊന്നും വരില്ല, അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു അളവുകളെ നൂറിൽ എത്ര എന്ന രീതിയിൽ പ്രസ്താവിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, എന്ന് പറയുന്നത്. ഈ ശതം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം തന്നെ എന്താണ്, 100 എന്നാണ്. മാനം എന്ന് പറഞ്ഞാൽ എന്താണ്, അളവ് എന്നാണ്. ഇപ്പൊ ശതമാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു അളവുകളെ 100മായി ബന്ധിപ്പിച്ചുകൊണ്ട് 100ൽ എത്ര എന്ന് പ്രസ്താവിക്കുന്ന രീതിക്കാണ് എന്ത് പറയുന്നത്, ശതമാനം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ക്ലാസ് റൂമിൽ 30 കുട്ടികളുണ്ട്. ആ 30 കുട്ടികൾ വിജയിച്ചു എന്ന് പറയുമ്പോൾ ആ വിജയം എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ അത് 100ലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് പറയും, മുഴുവൻ കുട്ടികൾ വിജയിച്ചാല് 100% വിജയം എന്ന് പറയും. ഇങ്ങനെ 100ൽ എത്ര എന്ന് പ്രസ്താവിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ശതമാനം എന്നുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ശതമാനം എന്ന് പറഞ്ഞാൽ എന്താണ്, 100ൽ എത്ര എന്നുള്ളതാണ്. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യനിലും ഒരു സംഖ്യ എന്ന് പറയുമ്പോൾ സംഖ്യ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, അവിടെ 100% ഒരു ചോദ്യത്തിൽ സംഖ്യ എന്ന് പറയുമ്പോൾ 100%. ഒരു വ്യക്തി 50 രൂപയുമായിട്ട് എന്ത് ചെയ്തു, കടയിൽ പോയി. അപ്പൊ അവിടുത്തെ സംഖ്യ ഏതാണ്, 50 രൂപയാണ്. അപ്പൊ ആ 50 എന്ന് പറയുന്ന എത്ര ശതമാനമായിരിക്കും ആ ചോദ്യം, ഇനി ചോദ്യം എന്തായിക്കോട്ടെ, ആ സംഖ്യ എന്ന് പറയുന്ന എത്ര ശതമാനമായിരിക്കും, 100% പിന്നെ എണ്ണമാണ് നമുക്ക് തരുന്നതെങ്കിൽ ആ എണ്ണത്തിന്റെ ആകെ എണ്ണത്തെ നമ്മൾ എന്തിൽ സൂചിപ്പിക്കണം, 100% സൂചിപ്പിക്കണം. എണ്ണത്തെ നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ എണ്ണത്തെ, ആകെ തുകയെ 100% പരിഗണിക്കണം. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കൃഷിയിടത്തിൽ 70 തെങ്ങുകളുണ്ട്. ആ കൃഷിയിടത്തിലെ 70 തെങ്ങുകൾ എണ്ണമാണ്, എണ്ണത്തിലെ തന്ന സംഖ്യയല്ല. 70 തെങ്ങുകളുണ്ട്, അതിൽ 40 എണ്ണത്തിൽ മാത്രമേ തേങ്ങയുള്ളൂ എന്ന് പറയുമ്പോൾ ആ 70 എണ്ണമുണ്ടല്ലോ, ആ ആകെ എണ്ണം എത്രയിൽ പരിഗണിക്കണം, 100% പരിഗണിക്കണം. ക്ലിയർ? പിന്നെ 100% പരിഗണിക്കേണ്ട മറ്റൊരു സാഹചര്യമാണ്, നമ്മൾ വാങ്ങിയ, അതായത് ലാഭവും നഷ്ടവും കണക്കാക്കുന്ന സമയത്ത് ഇനി നമുക്ക് പിന്നാലെ എന്ത് ചെയ്യും, ലാഭവും നഷ്ടവും കണക്കാക്കേണ്ട സാഹചര്യം വരും. അപ്പൊ ലാഭവും നഷ്ടവും കണക്കാക്കുന്ന സാഹചര്യത്തിൽ വാങ്ങിയ വിലയാണ് എന്ത്, 100%. വാങ്ങിയ വിലയാണ് 100%. ഈ 3 സാഹചര്യങ്ങളിൽ നമ്മൾ 100%ആയിട്ട് പരിഗണിക്കണം. ഒന്ന്, സംഖ്യയെ 100%ആയിട്ട് പരിഗണിക്കണം, ആകെ 100%ആയിട്ട് പരിഗണിക്കണം, വാങ്ങിയ വിലയെ 100%ആയിട്ട് പരിഗണിക്കണം. ഇതിന് ഓരോ ചോദ്യം ചെയ്യുമ്പോഴും ഈ ഒരു ആശയം നമുക്ക് അവിടെ വരും, ഇത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യും, മനസ്സിലാവും എന്താ ഉദ്ദേശിച്ചത് എന്നുള്ളത്. എന്നാലും ഇതൊന്ന് എഴുതി വെക്കുക. ഇങ്ങനെ ഒരു സംഖ്യ എന്ന് പറയുമ്പോൾ ആ സംഖ്യ എത്രയാണ്, 100%. എണ്ണത്തിലെ ടോട്ടൽ എണ്ണത്തെ, ആകെ എണ്ണത്തെ എത്രയായിട്ട് പരിഗണിക്കണം, 100%ആയിട്ട് പരിഗണിക്കണം. വാങ്ങിയ വിലയും എന്ത് ചെയ്യണം, ഒരു കച്ചവട കണക്കിൽ വാങ്ങിയ വിലയും എന്ത് ചെയ്യണം, 100%ആയിട്ട് പരിഗണിക്കണം. ഓക്കെ. ഇനി നമ്മൾ ചോദ്യങ്ങളിലേക്ക് കടക്കട്ടെ. ഇപ്പൊ നമ്മൾ ശതമാനമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യും, എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാവും ട്ടോ. ഫസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ്. ഒരു സംഖ്യ തന്നിട്ട് അതിന്റെ നിശ്ചിത ശതമാനം ചോദിക്കാം. 240ന്റെ 30% എത്ര, 100ന്റെ 20% എത്ര, 50ന്റെ 10% എത്ര. ഇങ്ങനെ ഒരു സംഖ്യ തന്നിട്ട് അതിന്റെ ഇത്ര ശതമാനം എത്ര എന്ന രീതിയിൽ എന്ത് ചെയ്യാം, നമ്മളോട് ചോദിക്കാം. ഇതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള മോഡൽ നമ്മൾ പണ്ട് മുതലേ ചെയ്ത 240 ഗുണിക്കണം 30/100 ഇങ്ങനെ ചെയ്യാറുണ്ട്.
പക്ഷെ നമ്മൾ ഈ മെത്തേഡ് അല്ല ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ രീതിയിലല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ മറ്റൊരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ ആ ചെയ്യുന്ന രീതി കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതേ രീതിയിലായിരിക്കും നമ്മൾ ഈ ഒരു ശതമാനവുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും ഇനി പറയുന്ന രീതിയിലായിരിക്കും എന്ത് ചെയ്യട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചോളൂ, 240ന്റെ 30% എത്ര? അപ്പൊ ഇവിടെ നമുക്ക് ഒരു സംഖ്യ തന്നിട്ടുണ്ട്. ആ സംഖ്യ എത്ര ശതമാനമായിരിക്കും? 240 എന്ന് പറയുന്നത് എത്ര ശതമാനമായിരിക്കും? ഇരുന്നൂറ്റി നാൽപ്പത് എന്ന് പറയുന്നത് എത്ര ശതമാനമായിരിക്കും? ഒരു സംഖ്യ എന്ന് പറയുന്നത്, ആ പൂർണ്ണമായ സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? 100%. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിലെ 100% ഏത്? 240. നമുക്ക് ഏതൊരു ചോദ്യത്തിൽ നിന്നും, ഏതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും ആ ചോദ്യത്തിൽ നിന്നും ഒരു നിശ്ചിത ശതമാനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്കാക്കാൻ സാധിക്കും, അതായത് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിച്ചോ? ആ സംഖ്യ 100% 240 എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് അറിയാവുന്ന ശതമാനം ഫസ്റ്റ് എഴുതാം. ഇവിടെ 100% 240, അത് ആദ്യം എഴുതി. ഓക്കെ അല്ലെ? 100% ഏത്? 240 എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നമ്മൾ കാണേണ്ടത്, ചോദിച്ചത് എന്താണ്? 30%. അത് താഴെയും കൊടുക്കാം. 30% വേണ്ടത്, അറിയേണ്ടത് താഴെയും കൊടുത്തു. നമുക്ക് അറിയാവുന്നത് മുകളിലോ, അറിയാത്തത് ചോദിച്ചത് താഴെയും കൊടുത്തു. ക്ലിയർ? ഇതിങ്ങനെ തന്നെ എഴുതാം. ഇപ്പൊ 100% 240, 30% കാണേണ്ടത്, അത് താഴെയും കൊടുത്തു. ഇനി ചെയ്യേണ്ടത് ഇതിനെന്ത് ചെയ്യാം? ക്രോസ് ചെയ്ത് ഗുണിക്കുക. 30 × 240/100. 30 ഗുണിക്കണം, അതായത് ഇവിടെ നിന്നും മുകളിലേക്ക് ഗുണിക്കാം. 30 × 240 ഗുണിക്കണം, സോറി ബൈ 100ന് ഇവിടെ ഗുണിക്കാൻ ആരുമില്ല, അപ്പൊ 100 മാത്രമേ ഇല്ല. ഓക്കെ, 100 മാത്രം താഴെ. എങ്ങനെ എഴുതിയത് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. ക്രോസ് ചെയ്ത് ഗുണിക്കുന്നത് എങ്ങനെയാണ്? ആദ്യം 30 ഗുണിക്കണം 240, അതാണ് ഇവിടെ കൊടുത്തത്. പിന്നെ 100ന് ഇവിടെ ആരുമില്ല, ഇവിടെ ആരും ഉണ്ടാവില്ല, അപ്പൊ 100 മാത്രമായിട്ട് എന്ത് ചെയ്തു? താഴെയും കൊടുത്തു. ഇനി ഇത് എന്ത് ചെയ്താൽ മതി? വെട്ടാൻ പറ്റുന്നതൊക്കെ എന്ത് ചെയ്യാ? വെട്ടാം. 0 0 വെട്ടാം, ഈ 0 0 വെട്ടാം. ഇപ്പൊ 3 × 24. ഇനി എന്തേ ബാക്കിയുള്ളൂ? 3 × 24 ബാക്കിയുള്ളൂ. 3 × 24 എന്ന് പറയുന്നത് എത്ര? 3 4 72 എന്ന് കിട്ടും. ഉത്തരം എത്രയാണ്? 240ന്റെ 30% എന്ന് പറയുന്നത് എത്രയാണ്? 72. 240ന്റെ 30% എന്ന് പറയുന്നത് 72. എങ്ങനെ ഇപ്പൊ ചെയ്തത്? ഒന്നുമില്ല, നമുക്ക് അറിയാവുന്നത് എന്ത് ചെയ്യാം? അറിയാവുന്നത്, അതായത് 100% നമുക്ക് അറിയാം. ആ 100% 240 ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ശതമാനം ക്വസ്റ്റ്യനിൽ തരും. അപ്പൊ 100% എന്ന് പറയുന്നത് 240. കാണേണ്ടത് എത്രയാണ്? 30%. ചോദിക്കുന്നത് എത്രയാണ്? 30%. അത് താഴെ കൊടുത്തു. 30% വേണം, അത് താഴെ കൊടുത്തു. ഇനി ക്രോസ് ചെയ്ത് ഗുണിക്കാം. 30 × 240/100. 0 0 വെട്ടി, 0 0 വെട്ടി. 3 × 24 72. നമ്മുടെ ഉത്തരം എത്രയാണ്? 72 എന്ന് കിട്ടും. ഉത്തരം എത്രയാണ്? 72. ക്ലിയർ ആണോ? ഓക്കെ, ഒരു ചോദ്യം കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? മനസ്സിലാവും ട്ടോ. ഒരു ക്വസ്റ്റ്യൻ ചെയ്തോളൂ. ഇങ്ങനെ ഇത്ര പഠിച്ചു വെക്കണ്ട. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതല്ലേ സുഖം, അതായത് 240 ഗുണിക്കണം 30/100 ഇതാ ചെയ്താൽ പോരാ. പക്ഷെ ഇത് ഇങ്ങനെ ചെയ്താൽ ഓരോ ചോദ്യത്തിലും ഓരോ മോഡൽ പഠിച്ചു വെക്കണം. എന്നാൽ ഈ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ചോദ്യത്തിനും എന്ത് ചെയ്യും? ഒരേ ഉത്തരമായിട്ട്, അല്ലെങ്കിൽ ഒരേ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്തു പോകാൻ സാധിക്കും ട്ടോ. ഓക്കെ, എന്നാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. 900ന്റെ 45% എത്ര? പെട്ടെന്ന് ചെയ്തോളൂ. 900ന്റെ 45% എത്ര? Option B.
ഓക്കെ, 945% എത്ര എന്നാണ് ചോദ്യം. എങ്ങനെ കണ്ടെത്തുന്നത്? ക്വസ്റ്റ്യൻ നിന്നും ഏതെങ്കിലും ശതമാനവുമായി ബന്ധപ്പെട്ടുള്ള ഏതൊരു ടോപ്പിക് ആണെങ്കിലും, ഇനി അടുത്ത ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ അവിടെ നിന്നും നമുക്ക് എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു ശതമാനം ആ ക്വസ്റ്റ്യനിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ്? ഈ 900 അത് എത്രയാണ്? 100% 900 എന്ന് പറയുന്നത്. ഇപ്പൊ 100% 900 എന്നെടുത്തു. ഇനി നമുക്ക് കാണേണ്ടത് എത്ര ശതമാനമാണ്? നമുക്ക് ഇവിടെ കണക്കാക്കപ്പെടേണ്ടത് എത്ര ശതമാനമാണ്? 45%. ചോദിച്ചത് 45%. അപ്പൊ താഴെ 45% എന്ന് കൊടുത്തു. 100% 900, കാണേണ്ടത് 45%. ഇനി ക്ലോസ് ചെയ്ത് ഗുണിച്ചാൽ മതി. 45 × 900 / 100. 0 0 വെട്ടാം, 0 0 വെട്ടാം. ഓക്കെ, ഇനി 45 × 9. 45 × 9, 9 × 5 45, 4 ശിഷ്ടം. 9 × 4 36, 36 4 40, 405 എന്ന് കിട്ടും. എത്രയാണ് ഉത്തരം? 405. എല്ലാവർക്കും 405 എന്നുള്ള ഉത്തരത്തിലേക്ക് എത്താൻ കഴിഞ്ഞോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഈ ഒരു മെത്തേഡിൽ ചെയ്യാൻ കഴിയൂല, ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്നാൽ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇനിയാണ് ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ ഒരു മത്സര പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. ഇതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. 945%, 100ന്റെ 10%, 50ന്റെ 5% എന്നൊക്കെ പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ശതമാനത്തിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതൊന്നും നമുക്ക് എന്ത് ചെയ്യേണ്ട, ഒരു എക്സാമിന് പ്രതീക്ഷിക്കേണ്ട. ഇവിടുന്ന് അങ്ങോട്ട് മോഡൽ 2 മുതലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. ഓക്കെ, മോഡൽ 2 അടുത്ത മോഡലാണ്, ശ്രദ്ധിച്ചോളാം. ഒരു സംഖ്യയുടെ 30% 210 ആയാൽ, സംഖ്യ തന്നിട്ടില്ല. നേരത്തെ നമ്മൾ കൃത്യമായിട്ട് ഒരു സംഖ്യ തന്നിരുന്നു. ഓക്കെ, ഒരു സംഖ്യയുടെ 30% 210 ആയാൽ, 210 ആയാൽ സംഖ്യ ഏത്? സംഖ്യയാണ് ചോദിച്ചത്. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെയും ചെയ്യാം. ഇവിടെ നമുക്ക് ചോദ്യത്തിൽ ഒരു നിശ്ചിത ശതമാനം തന്നിട്ടുണ്ട്. എത്രയാണ്? 30% 210. നേരത്തെ ഞാൻ പറഞ്ഞു, ആ ഒരു മോഡൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് എഴുതേണ്ടത് ഏതാണ്? ആ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്കൊരു ശതമാനം കിട്ടും. ഇവിടെ നമുക്ക് കിട്ടിയത് എത്രയാണ്? 30%. 30% എത്രയാ? 210. 30% എന്ന് പറയുന്നത് 210. ഇനി ചോദിച്ചത് എത്രയാണ്? 20% എത്ര, 10% എത്ര ഒന്നും ചോദിച്ചിട്ടില്ല. സംഖ്യയാണ് ചോദിച്ചത്. 30% 210 വരുന്ന സംഖ്യ ഏത് എന്നാണ് ചോദിച്ചത്. സംഖ്യ എന്ന് പറയുന്നത് എത്ര ശതമാനം? നമ്മൾ ഫാസ്റ്റ് പോയും സംഖ്യ എത്ര ശതമാനമായിട്ട് പരിഗണിക്കണം? 100%. ഇപ്പൊ മനസ്സിലായോ? ഇതിൽ ഒരു പോയിന്റ് ഇപ്പൊ ഇവിടെ വന്നു. സംഖ്യ എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? 100%. ഇപ്പൊ സംഖ്യ ഏത് അല്ലെങ്കിൽ സംഖ്യ എത്ര എന്ന് ചോദിക്കുമ്പോൾ കണക്കാക്കപ്പെടേണ്ടത് എത്ര ശതമാനമാണ്? 100%. അപ്പൊ താഴെ എന്ത് ചെയ്തു? കാണേണ്ടത് താഴെയും കൊടുത്തു. 100% കാണണം, അതുകൊണ്ട് താഴെ കൊടുത്തു. ക്ലിയർ ആണല്ലോ? 30% തന്നത് അത് 210, അത് മുകളിൽ കൊടുത്തു. കാണേണ്ടത് സംഖ്യയാണ്, അതായത് 100%, അത് താഴെയും കൊടുത്തു. അടുത്ത സ്റ്റെപ്പ് ഇത് ക്രോസ് ചെയ്ത് ഗുണിക്കുക എന്നുള്ളതാണ്. 100 × 210/30. 0 0 വെട്ടാം, 21 3 വെട്ടാം, 7. 100 × 7 700. നമ്മുടെ ഉത്തരം എത്രയാണ്? 700 എന്ന് കിട്ടും. ഉത്തരം എത്ര? 700. ആർക്കെങ്കിലും പറഞ്ഞതിൽ സംശയമുണ്ടോ? ഇപ്പൊ മനസ്സിലായോ? ഇനി ഈ രീതിയിലുള്ള ചോദ്യത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡ് പറ്റൂല. 30% ഈ വേറെ ഇതിന് വേറെ തന്നെ ഒരു സൂത്രവാക്യമാണ്, വലിയൊരു സൂത്രവാക്യമാണ്. അത് വലിയ സൂത്രവാക്യം പഠിച്ചു വെക്കണം. അതിനാവശ്യമില്ല. ഈ ഒരു മോഡലിൽ തന്നെ, ഈ രീതിയിൽ തന്നെ നമുക്ക് ഇനി അങ്ങോട്ടുള്ള എല്ലാ ചോദ്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. ചെയ്യുന്ന രീതിയിൽ, ഉത്തരത്തിലേക്ക് എത്തുന്ന രീതിയിൽ എന്തില്ല, ഇനി മാറ്റമില്ല. ഇനി നമുക്കൊരു ചോദ്യം കിട്ടിയാൽ ചോദ്യത്തിൽ നിന്നും ഒരു നിശ്ചിത ശതമാനം എത്ര എന്ന് മനസ്സിലാക്കുന്നിടത്ത് മാത്രമേ നമുക്ക് ഇനി എന്തുള്ളൂ, ഒരു ബുദ്ധിമുട്ടുള്ളൂ. ഓക്കെ, ചോദ്യം അറിയുന്നതിനനുസരിച്ച് മുകളിൽ എഴുതേണ്ട ശതമാനം കണക്കാക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അത്രേ ഉള്ളൂ. അല്ലാതെ ചെയ്ത രീതിയിൽ ഇനി എന്തില്ല, ഒരു മാറ്റവും ഇല്ല. ഓക്കെ, എന്നാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. 8ാമത്തെ മോഡലിൽ തന്നെ മറ്റൊരു ചോദ്യം.
ഒരു സംഖ്യയുടെ 15% 60 ആയാൽ സംഖ്യ ഏത്? ഒരു സംഖ്യയുടെ 15% 60 ആയാൽ സംഖ്യ ഏത്? ഓപ്ഷൻ എ. ഒരു സംഖ്യയുടെ 15% 60 ആയാൽ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. ഈ ചോദ്യത്തിൽ നമുക്ക് കൃത്യമായ ഒരു ശതമാനം തന്നിട്ടുണ്ട്. 15% 60. ഓക്കെ അല്ലെ? അപ്പൊ നമുക്ക് കിട്ടി 15% എത്രയാണ്? 60 എന്ന് കിട്ടി. പിന്നെ എന്താ ചോദ്യം? ആയാൽ സംഖ്യയാണ് ചോദ്യം. സംഖ്യ എന്ന് പറയുന്നത് എത്ര ശതമാനമായിരിക്കും? എത്ര ശതമാനമാണ് സംഖ്യ എന്ന് പറയുന്നത്? 100%. ഓക്കെ, അപ്പൊ കാണേണ്ടത് 100%. ഇപ്പൊ താഴെ 100% എന്ന് കൊടുത്തു. അടുത്ത സ്റ്റെപ്പിൽ ഇത് ക്രോസ് ചെയ്ത് കുടിക്കുക. 100 × 60/15. എപ്പോഴും വെട്ടാൻ പറ്റും, ഹരിക്കാൻ പറ്റുന്നതേ വരുള്ളൂ, അല്ലാതെ വരില്ല. പോയിന്റ് വരുന്ന രീതിയിലൊന്നും വരില്ല കേട്ടോ. ഓക്കെ, അപ്പൊ 60ഉം 15ഉം വെട്ടാം. 4 100 × 4 എത്ര? 400. ഓക്കെ, ഉത്തരം എത്രയാണ്? 400 എന്ന് കിട്ടും. ഇവിടെ ഉത്തരം എത്രയാണ്? 400. ഉത്തരം 400. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇപ്പൊ ഒരു സംഖ്യയുടെ നിശ്ചിത ശതമാനം തന്നിട്ട് ഏതാണ് സംഖ്യ എന്ന് വരുന്ന രീതിയിൽ, ഏതാണ് സംഖ്യ എന്ന് കണ്ടെത്തുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? നമുക്ക് പ്രതീക്ഷിക്കാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത മറ്റൊരു മോഡലാണ് കേട്ടോ. ചെറിയ ചോദ്യം മാറുന്നുണ്ട് മോഡല്. സോറി, മാറിയിട്ടില്ല. ഒരു ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ കൂടി ട്ടാ. ഒരു സംഖ്യയുടെ 18% 72 ആയാൽ സംഖ്യയുടെ 80% എത്ര? ചെറിയൊരു മാറ്റമുള്ളൂ. ഒരു സംഖ്യയുടെ 18% 72 ആയാൽ സംഖ്യയുടെ 80% എത്ര? നേരത്തെ ക്വസ്റ്റ്യനും ഈ ഒരു ചോദ്യം തമ്മിൽ ഒരു ചെറിയൊരു മാറ്റമുണ്ട്. അതായത് ഇവിടെ നമുക്ക് 15% 60 തന്നിട്ട് ഇവിടെ സംഖ്യയാണ് ചോദിച്ചത്. സംഖ്യ ഏതാണ്, ആ നമ്പർ എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ 100% കണക്കാക്കി. എന്നാൽ ഇവിടെ നമുക്ക് സംഖ്യ ചോദിച്ചിട്ടില്ല. ഒരു സംഖ്യയുടെ 18% 72 തന്നു, എന്നിട്ട് സംഖ്യയുടെ 80% മതി, സംഖ്യ വേണ്ട. മനസ്സിലായോ? നമുക്കിവിടെ സംഖ്യ വേണ്ട, എന്ത് മതി? ആ സംഖ്യയുടെ 80% മതി. അപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നേരത്തെ നമ്മൾ ചെയ്തില്ല, ആ രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. ഇവിടെ ചോദ്യത്തിൽ തന്നത് ഏതാണ്? 18%. 18% എന്ന് പറയുന്നത് എത്രയാണ്? 72. ഇവിടെ 100% കൊടുക്കണോ? വേണ്ട. ചിലവരെന്ത് ചെയ്യും അറിയോ? ഇവിടെ 100% കൊടുത്തിട്ട് 100% കണക്കാക്കും, അതായത് സംഖ്യ കണക്കാക്കും. എന്നിട്ട് വീണ്ടും ആ സംഖ്യയുടെ 80% കണക്കാക്കും. ഇല്ല, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. 18% 72. നമുക്ക് കാണേണ്ടത് എത്ര ശതമാനാ? 80% അല്ലേ? ഇവിടെ എന്ത് കൊടുത്താൽ മതി? 80% എന്ന് കൊടുത്താൽ മതി, ഉത്തരം കിട്ടും. 18% 72 ആണെങ്കിൽ നമുക്ക് വേണ്ടത് 80 അല്ല. അപ്പൊ താഴെ 80 എന്ന് കൊടുത്താൽ മതി. നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്താൽ മതി? ചെയ്താൽ മതി. സംശയമുണ്ടോ? ഓക്കെ, എന്നാൽ ക്രോസ് ചെയ്ത് കുടിക്കാം. 80 × 72/18. 18ഉം 72ഉം വെട്ടാം. 4 80 × 4 16 സോറി 80 × 4 320 എന്ന് കിട്ടും. ഓക്കെ, 320. ഉത്തരം എത്രയാണ്? 320. ഇവിടെ ചോദ്യത്തിലെ മാറ്റം മനസ്സിലായല്ലോ? നേരത്തെ സംഖ്യ ചോദിച്ചു, അതുകൊണ്ട് 100% കണ്ടു. ഇവിടെ സംഖ്യയുടെ 80% ചോദിച്ചു, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 80% കണ്ടു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും പറഞ്ഞതിൽ സംശയമുണ്ടോ?
ഓക്കെ, എന്നാലും ഒരു ചോദ്യം കൂടി എഴുതിക്കോളൂ. ഒരു സംഖ്യയുടെ ഓക്കെ, ഒരു ചോദ്യം കൂടി എഴുതിക്കോളൂ. ഒരു സംഖ്യയുടെ 25% 150 ആയാൽ ആ സംഖ്യയുടെ 75% എത്ര? ഒരു സംഖ്യയുടെ 25% 150 ആയാൽ 150 150 ആയാൽ ആ സംഖ്യയുടെ 75% എത്ര? ഒരു സംഖ്യയുടെ 25% 150 ആയാൽ സംഖ്യയുടെ 75% എത്ര? നാനൂറ്റി അമ്പത്. 450. ഇവിടെ എങ്ങനെ കണ്ടെത്തും? ഇവിടെ തന്നത് 25% എന്ന് പറയുന്നത് എത്രയാണ്? 150. ചോദിച്ചത് എത്രയാണ്? 75%. അതുകൊണ്ട് താഴെ എന്ത് കൊടുത്തു? 75% എന്ന് കൊടുത്തു. ഇനി ക്രോസ് ചെയ്ത് ഗുണിക്കാം. 75 × 150/25. 150ഉം 25 കൂടി വെട്ടാം. 150 25 കൂടി വെട്ടിയിട്ടുണ്ടെങ്കിൽ 6. 75 × 6 എത്ര കിട്ടും? 450 എന്ന് കിട്ടും. ഉത്തരം എത്രയാണ്? 450 ആണ്. അപ്പൊ 100% അല്ല, അതായത് സംഖ്യ തന്നെ ചോദിക്കണം എന്നില്ല, സംഖ്യയുടെ മറ്റൊരു ശതമാനവും ചോദിക്കാം. ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാം? ഈ മെത്തേഡിൽ തന്നെ ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ 480 വരിക. 480 വരുമോ? 75 × 6 450 വരിക. 450. 450. ഓക്കെ, 75 75ഉം 150. 150 450 300. 300ലേക്ക് ഒരു 150 കൂടി കൂട്ടുമ്പോൾ 6 ആയി. അതായത് 450. 450 കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ മോഡലിലേക്ക് കിടക്കട്ടോ. ഇത് ശ്രദ്ധിക്കണം. ഒരു പ്രസ്താവന രീതിയിൽ ഒരു കുറച്ച് അത്യാവശ്യം വാചകം ക്വസ്റ്റ്യന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ശ്രദ്ധിക്കാം. ഒരു സംഖ്യയുടെ 87% 72% തമ്മിലുള്ള വ്യത്യാസം 60 ആയാൽ, ഇന്ന സംഖ്യ എന്നൊന്നും തന്നിട്ടില്ല, അല്ലെങ്കിൽ നിശ്ചിത ശതമാനം ഒന്നും ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. ഒരു സംഖ്യയുടെ 2 വ്യത്യസ്തമായ ശതമാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 60 ആയാൽ സംഖ്യ എത്ര? ഓക്കെ അല്ലെ? ചോദ്യം ശ്രദ്ധിക്കാം. 87ഉം 72 തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് ചെയ്തത്, കുറച്ചത് എന്നുള്ളതാണ്. ഓക്കെ, അതായത് 87ൽ നിന്നും 72 കുറച്ചതാണ് ഏത്? 60 എന്ന് പറയുന്നത്. ചോദ്യം മനസ്സിലാക്കുക. വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? 87% 72% തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ 87%ൽ നിന്നും 72% കുറച്ചത്. 87%ൽ നിന്നും 72% കുറക്കുക എന്ന് പറയുമ്പോൾ എത്രയാണ്? 14. 14. ഓക്കെ, 14. 87%ഉം 72% തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ 14 അല്ലല്ലോ വരിക? 15. 15 ട്ടോ. 87, അതായത് കുറക്കുക. 87 72 കുറക്കുക. 7 2 കുറച്ചാൽ 5, 8 7 കുറച്ചാൽ 1, 15. ഓക്കെ, വല്ലാതെ മനക്കണക്കായിട്ടൊന്നും ചെയ്യണ്ട കേട്ടോ, മിസ്റ്റേക്ക് പറ്റുവേ.
ആവശ്യമില്ലാത്ത മനക്കണക്ക് വേണ്ട. അഥവാ ചെറിയ സംഖ്യകളാണെങ്കിലോ പെട്ടെന്നാണ്ട് ചിലപ്പോ ആ ഉത്തരം വരണം എന്നില്ല. ഓക്കെ, അങ്ങനത്തെ സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് കുറച്ച് നോക്കുക. 87% 72% വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? ആ വ്യത്യാസം 15. അപ്പൊ ആ 15 എന്ന് പറയുന്ന എത്ര 15% എന്ന് പറയുന്നത് എത്രയാണ്? 60 ആയാൽ, അതായത് ഇവിടെ എന്താണ് 15% 60. ഈ 15% 60 എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ചോദ്യത്തിലെ മാറ്റം. വ്യത്യാസം എന്ന് പറയുമ്പോൾ ആ രണ്ട് ശതമാനങ്ങൾ തമ്മിൽ കുറക്കുക. ആ കുറച്ചതാണ് അവർ തരുന്ന സംഖ്യ. 87% 72% തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ 87 72 കുറക്കുക. അപ്പോ കിട്ടുന്ന ശതമാനമാണ് ഏത്? ഈ 60 എന്ന് പറയുന്നത്. അങ്ങനെ കിട്ടിയതാണ് ഏത്? 15% 60. നമുക്ക് ആ ചോദ്യത്തിൽ നിന്നും ഒരു ശതമാനത്തെ കണക്കാക്കുക എന്നുള്ളതേ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ. ഈ ചോദ്യത്തിൽ നിന്നും നമുക്ക് കിട്ടി 15% 60 എന്ന് കിട്ടി. ഇനി ചോദ്യം നോക്കുക, സംഖ്യ ഏത്? സംഖ്യ ഏത് അല്ലെങ്കിൽ സംഖ്യ എത്ര എന്ന് ചോദിക്കുമ്പോൾ സംഖ്യ എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? 15% 60 എന്ന് കിട്ടിയാൽ ഇനി നമുക്ക് ഏത് ശതമാനം കണ്ടെത്താം. ഇവിടെ സംഖ്യ എത്ര എന്നാണ് ചോദിക്കുന്നത്. സംഖ്യ എത്രയായിരിക്കും? എത്ര ശതമാനമാണ് സംഖ്യ? 100%. അപ്പൊ 15% 60 കിട്ടി. 100% എന്ത് ചെയ്യണം? നമുക്ക് കണക്കാക്കണം. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ കിട്ടും 100 ഇൻറ്റു ഇങ്ങനെ കുടിക്കട്ടെ 100 ഇൻറ്റു 60 100 ഇൻറ്റു 60 ബൈ 15 ഇവിടെ കുടിക്കാൻ ആരുമില്ല, അപ്പൊ 15 മാത്രം കൊടുത്തു. 60ഉം 15ഉം വെട്ടാം 4. 100 ഇൻറ്റു 4 എത്ര? 400. ഉത്തരം എത്രയാണ്? 400. നമ്മുടെ ഉത്തരം എത്രയാണ്? 400 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ മൂന്നാമത്തെ മോഡൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്നാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. വ്യത്യാസം എന്ന രീതിയിൽ തന്നെ ഒരു സംഖ്യയുടെ 99% 91% തമ്മിലുള്ള വ്യത്യാസം 720 ആയാൽ സംഖ്യ എത്ര? 99% 91% തമ്മിലുള്ള വ്യത്യാസം 720 ആയാൽ സംഖ്യ എത്ര? തൊള്ളായിരം 900 ആണ് എല്ലാവർക്കും കിട്ടിയത്. എങ്ങനെ കണ്ടെത്തും? 99% 91% തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? 99% മൈനസ് 91%. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. അതെത്ര കിട്ടും? 99 നിന്നും 91 കുറച്ചത് 8% എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ആ 8% എത്ര എന്ന് പറയുന്നത്? 8% 720. ക്ലിയർ? 8% ഏത്? 720 എന്ന് പറയുന്നത്. ഇനി സംഖ്യ എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സംഖ്യ എന്ന് പറയുന്നത് എത്ര ശതമാനമായിരിക്കും? 100% ഇവിടെ സംഖ്യ എന്ന് പറയുന്നത്. ക്രോസ് ചെയ്ത് ഗുണിച്ചാൽ മതി. 100 ഇൻറ്റു 720 ബൈ 8. 720 8 വെട്ടാം. 72 8 വെട്ടിയാൽ 9, 0 വെട്ടാൽ 90. 100 ഇൻറ്റു 90 എത്ര കിട്ടും? 900.
9,000 അല്ല, 9. 10,000. 9,000 കിട്ടും കേട്ടോ. ശ്രദ്ധിക്കണം, ചിലപ്പോ ഇവിടെ 900 എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ ഈ പൂജ്യങ്ങളിലേക്കൊക്കെ കൺഫ്യൂഷൻ വരിക. അങ്ങനെയൊക്കെ ചിലപ്പോ ഓപ്ഷൻ തരും. 90, 9,000, 9,000, 9,300 ഇങ്ങനെയൊക്കെ തരും. ആകെ ഒരു 9 കൊണ്ടൊക്കെ ഒരു കളിയായിരിക്കും. അപ്പൊ ആ പരീക്ഷന്റെ സമയത്ത് ആ ടെൻഷനില് നമ്മൾ ആകെ എന്ത് ചെയ്യും, ആകെ ഏതൊക്കെയോ കാണുമ്പോ തന്നെ പോയിട്ട് കൊടുക്കും. കൃത്യമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പരീക്ഷ എന്ന് പറയുന്നത് ഭയങ്കര കണ്ണിങ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഒരു അവസരമില്ല. നമ്മൾ ആ ഒരു പരീക്ഷ, അതായത് ആ PSC പരീക്ഷയിലെ ആ ഒരൊറ്റ അവസരം നമുക്കുള്ളൂ. അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യില്ല, ഇത് തിരുത്താനുള്ള ഒരു അവസരമില്ല. ഓക്കെ, അപ്പൊ അത് എത്രയാണ്? 9,000. ഇപ്പൊ നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എഴുതുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒറ്റ വെട്ടിയാൽ മതി, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. പിന്നെ അതിനെ കുറിച്ച് ആലോചിക്കാനൊന്നുമില്ല. പക്ഷെ പരീക്ഷയ്ക്ക് അങ്ങനെ ഒരു പരിപാടി ഇല്ല. ഉത്തരം തെറ്റിച്ച് കൊടുത്താൽ അത് കൊടുത്തത് തന്നെ, പിന്നെ അത് തിരുത്താനുള്ള ഒരു ഓപ്ഷൻ ഇല്ല കേട്ടോ. ഓക്കെ, പോട്ടെ, തിരിച്ചു വരാം. അടുത്തൊരു ചോദ്യം. ഒരു സംഖ്യയുടെ 94% 81% തമ്മിലുള്ള വ്യത്യാസം 390 ആയാൽ ആ സംഖ്യയുടെ 80% എത്ര? ഒരു കുന്നുകൂടി ക്വസ്റ്റ്യൻ ആവർത്തിക്കാം. ഒരു സംഖ്യയുടെ 94% 81% തമ്മിലുള്ള വ്യത്യാസം 390 ആയാൽ ആ സംഖ്യയുടെ 80% എത്ര? കേട്ടറ്റിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ അല്ലേ വരിക? എങ്ങനെ? കേട്ടറ്റിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ അല്ലേ വരിക? പരീക്ഷയ്ക്ക് ഇങ്ങനെ തന്നെയല്ലേ വരുമെന്നോ? അല്ല, കേട്ടറ്റ് എക്സാം ഉണ്ടാവില്ലേ? കേട്ടച്ചിനും ഈ രീതിയിൽ ക്വസ്റ്റ്യൻ വരും കേട്ടോ. ആ ആ ഓപ്ഷൻ ബി ആണോ? ഓപ്ഷൻ ബി ആയിരിക്കും കേട്ടോ. ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചോളാം. ശ്രദ്ധിക്കണം കേട്ടോ. ഒരു സംഖ്യയുടെ 94% 81% തമ്മിലുള്ള വ്യത്യാസം 390 അപ്പൊ ഈ ആദ്യം മനസ്സിലാക്കേണ്ട, ഈ 390 എന്ന് പറയുന്നത് എത്ര ശതമാനമാണ് എന്ന് മനസ്സിലാക്കണം. അതായത് 94% നിന്നും 81% കുറച്ചതാണ് ഏത്? 390. അതായത് 4 കുറച്ചിട്ടുണ്ടെങ്കിൽ 3, 9 ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി കാണിക്കോ? എങ്ങനെ? ഒന്നുമില്ല, ക്വസ്റ്റ്യൻ കാണുന്നുണ്ടായിരുന്നില്ല, റേഞ്ചിന്റെ ഇഷ്യൂ ഒക്കെ തോന്നുന്നു. ഓക്കെ, അപ്പൊ 13%. അപ്പൊ 13% ഏത്? 390 എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? 390 എന്ന് പറയുന്നത് 13%. ഇനി ഇവിടെ ഓടി ചെന്നിട്ട് 100% എന്ന് കൊടുക്കരുത്. നമ്മൾ ചോദിച്ചത് എന്താണ്? എന്താണ് ചോദിച്ചത്? 80%. അപ്പൊ എന്ത് കണ്ടെത്തിയാൽ മതി? 80% കൊടുത്താൽ മതി. 80% കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 80% കിട്ടും. അപ്പൊ താഴെ എന്ത് കൊടുക്കുക? 80% എന്ത് കൊടുക്കുക. ഇനി എന്ത് ചെയ്താൽ മതി? ഒരു മിനിറ്റ്. ഓപ്ഷൻ
ഓക്കെ, തുടരാട്ടോ. ഓക്കെ, അപ്പൊ 13% ഏത്? 13% വ്യത്യാസം. വ്യത്യാസം എന്ന് പറയുന്നത് അത് എത്രയാണ്? 390. ഓക്കെ അല്ലെ? ഇനി നമ്മൾ കാണേണ്ടത് 80% അതുകൊണ്ട് താഴെ എന്ത് ചെയ്തു? 80% എന്ന് കൊടുത്തു. ഇനി എന്ത് ചെയ്യാ? ക്രോസ് ചെയ്ത് കുടിക്കുക. 80 × 390/13. 390 13 വെട്ടാം, എത്ര കിട്ടും? 30 എന്ന് കിട്ടും. ഓക്കെ, 30 എന്ന് കിട്ടും. 30 × 80, 8 × 3 അങ്ങനെ ചെയ്താൽ മതി. 8 × 3 എത്ര? 24. ഈ 2 0 കൊടുത്താൽ എത്ര കിട്ടും? 2400. ഉത്തരം എത്രയാണ്? 2400 എന്ന് കിട്ടും. എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണോ കിട്ടിയത്? ആർക്കെങ്കിലും പറഞ്ഞതിൽ സംശയമുണ്ടോ? ഇവിടെയെങ്കിലും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് വളരെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മത്സര പരീക്ഷകൾക്കൊക്കെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു മോഡലാണ്. വ്യത്യാസം തന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു സംഖ്യ ആ സംഖ്യ ഏത് ചോദിക്കാം, അല്ലെങ്കിൽ ആ സംഖ്യയുടെ ഒരു നിശ്ചിത ശതമാനം ചോദിക്കാം. ഓക്കെ അല്ലേ? ഇനി 4ാമത്തെ മോഡല്, അടുത്ത മോഡലിലേക്ക് എന്ത് ചെയ്യണം? കടക്കുകയാണ്. മോഡൽ 4. മോഡൽ 4 എന്ന് പറയുന്നത് ചെറിയൊരു മാറ്റം. നേരത്തെ വ്യത്യാസം തന്നിരുന്നു, ഇവിടെ വ്യത്യാസത്തിന് പകരം ചെറിയൊരു മാറ്റമാണുള്ളത്. ശ്രദ്ധിച്ചോളട്ടോ. ഒരു സംഖ്യയുടെ 70%, ഒരു സംഖ്യയുടെ 70%, അത് എത്രയോ ആയിക്കോട്ടെ, അതിനോട് കൂടെ 270 പ്ലസ് ചെയ്താൽ, അതായത് ശതമാനമല്ല, 270 എന്ന് പറയുന്ന ഒരു നമ്പർ പ്ലസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അതേ സംഖ്യ ലഭിക്കും. 70% പ്ലസ് 270 ചെയ്താൽ എന്ത് കിട്ടും? സെയിം സംഖ്യ, അതേ സംഖ്യ ലഭിക്കും. എങ്കിൽ സംഖ്യ എത്ര? ക്ലിയർ ആണല്ലോ? അത് ക്വസ്റ്റ്യനെ ഒന്ന് വ്യാഖ്യാനിക്കുക, അതായത് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഒരു സംഖ്യയുടെ 70%-ഓട് 270 കൂട്ടിയാൽ അതേ സംഖ്യ ലഭിക്കും. എങ്കിൽ സംഖ്യ എത്ര? ക്ലിയർ ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഒരു നിശ്ചിത ശതമാനം കിട്ടണം. സംഖ്യ എത്ര എന്ന് ചോദിച്ചാൽ കണക്കാക്കേണ്ടത് എത്രയാണ്? 100%. സംഖ്യ എന്ന് പറയുന്നത് എപ്പോഴും എത്രയാണ്? 100%. അപ്പൊ കാണേണ്ടത് 100%. അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഈ ഒരു ചോദ്യത്തിൽ നിന്നും ഒരു നിശ്ചിത ശതമാനത്തെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അവിടെയാണ് നമുക്ക് പ്രാധാന്യം. ഒന്നുമില്ല, ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഒരു സംഖ്യയുടെ 70%-ഓട് കൂടെ 270 കൂട്ടിയാൽ, അതായത് 70%-ഓട് കൂടെ 270 കൂട്ടിയാൽ അതേ സംഖ്യ ലഭിക്കും. സംഖ്യ എന്ന് പറയുമ്പോൾ എത്ര ശതമാനമാണ്? 100%. അതായത് ഇനി ഇത് നോക്കൂ, 70% പ്ലസ് 270 എന്ന് പറയുന്നത് എത്രയാണ്? 100%. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. 70%-ൽ നിന്നും 100%-ലേക്ക് എത്താൻ എത്രയാണോ വേണ്ടത് അത്രയും ശതമാനമാണ് 270. 70%-ൽ നിന്നും 100%-ലേക്ക് എത്താൻ, 70%-ൽ നിന്നും 100%-ലേക്ക് എത്താൻ എത്ര വരണം? എത്ര ശതമാനം വരണം? 30% വേണം. അപ്പോഴല്ലേ 100% കിട്ടുക. അപ്പൊ ആ 30%-ത്തിന്റെ സ്ഥാനത്തല്ലേ ആരെ കൂട്ടിയത്? 270. മനസ്സിലായോ? 70% പ്ലസ് 270, അതായത് 270 എന്ന് പറയുന്നത് 30%-ത്തിന് തുല്യമാണ്. ഈ 30 എവിടെ നിന്ന് വന്നോ? ഇത് 100%-ലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ 70%-ൽ നിന്ന് 100%-ലേക്ക് എത്താൻ എത്രയാണ് വേണ്ടത് നോക്കുക. അത് നിങ്ങൾ കുറച്ചാൽ മതി. 100 മൈനസ് 70 ചെയ്താൽ മതി. അത് ചെയ്ത് നോക്കാൻ തന്നെ കിട്ടും, സിമ്പിളായിട്ട് കിട്ടും. 70-ൽ നിന്ന് 100-ലേക്ക് എത്താൻ 30 വേണം. അപ്പൊ ആ 30%-ത്തിന്റെ സ്ഥാനത്താണ് ഏത് കൂട്ടിയത്? 270 കൂട്ടിയത്. അപ്പൊ 30% നമുക്ക് കിട്ടി എത്ര? 270. എന്തെങ്കിലും സംശയമുണ്ടോ? മുപ്പത് ശതമാനം കിട്ടിയത് മനസ്സിലായോ? അതായത് 270 എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ്? 30%-ത്തിന് തുല്യമാണ്. ഇനി നമുക്ക് കാണേണ്ടത് എത്രയാണ്? എങ്കിൽ സംഖ്യ എത്ര? അതായത് കാണേണ്ടത് 100%. അപ്പൊ 100% കാണാൻ എന്ത് ചെയ്താൽ മതി? ക്രോസ് ചെയ്ത് കുടിച്ചാൽ മതി. 100 × 270/30. 0 0 വെട്ടി, 27 3 വെട്ടി 9. 100 × 9 എത്ര കിട്ടും? 900 എന്ന് കിട്ടും. നമ്മുടെ ഉത്തരം എത്രയാണ്? 900. ഉത്തരം എത്രയാണ്? 900.
ഒന്ന് ഒന്ന് ശ്വാസം ഒക്കെ എടുത്തിട്ട് ഒന്ന് നോക്കൂ. ഇവിടെങ്കിലും ഒന്നുമില്ല, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ നിന്നും നമുക്കൊരു ഒരു ശതമാനത്തെ കണക്കാക്കാം എന്നുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അത് കണക്കാക്കിയോ? ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ, ഒരു ചോദ്യം കൂടി ചെയ്തു നോക്കിക്കോളൂ, അപ്പൊ ഒന്നും കൂടി ക്ലിയർ ആവട്ടോ. ഓക്കെ, ഒരു സംഖ്യയുടെ 75% 25 കൂട്ടിയാൽ അതേ സംഖ്യ ലഭിക്കും എങ്കിൽ സംഖ്യ എത്ര? ഒരു സംഖ്യയുടെ 75% 25 കൂട്ടിയാൽ അതേ സംഖ്യ ലഭിക്കും എങ്കിൽ സംഖ്യ എത്ര? ഓപ്ഷൻസ് മാറിയിട്ടൊന്നുമില്ലല്ലോ? അങ്ങനൊക്കെ ഉണ്ടാവും, ഓപ്ഷൻസിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. ഇതിലുള്ള ഓപ്ഷൻസിൽ ഇല്ലാത്ത ഉത്തരം കിട്ടിയിട്ടുണ്ടോ? എനിക്ക് കിട്ടി, ശരിയാന്നറിയില്ല. 100 എനിക്ക് കിട്ടിയത്. ചെറിയ മിസ്റ്റേക്ക് ചിലപ്പോ ഓപ്ഷൻസിൽ വന്നിട്ടുണ്ടാവും കേട്ടോ. നോക്കെ, ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചോളൂ, ഓപ്ഷൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവാം. ഒരു സംഖ്യയുടെ 75% 25 കൂട്ടിയാൽ അതേ സംഖ്യ ലഭിക്കും എങ്കിൽ സംഖ്യ എത്ര? ഓക്കെ അല്ലേ? ഇപ്പൊ 75% പ്ലസ് 25 എന്ന് പറയുന്നത് എവിടെ എത്തും എന്നാണ് ഉദ്ദേശിച്ചത്? 100% എത്തും. ഓക്കെ, 100% എത്തും. ഇപ്പൊ 75% നിന്നും 100%ത്തിലേക്ക് എത്ര ശതമാനം വരണോ അതത്രയുമാണ് ഏത്? 25. 75% നിന്നും 100%ത്തിലേക്ക് എത്താനുള്ള ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 25. 25%. ഇപ്പൊ 25% എത്ര? 25. 25%, 25. പിന്നെ ഒന്നും നോക്കാനൊന്നുമില്ല, നേരെ ഉത്തരം കിട്ടും, എന്നാലും പറയാം. 25%, 25 ഇനി കാണേണ്ടത് എങ്കിൽ സംഖ്യ എത്ര? സംഖ്യ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 100%. ക്രോസ് ചെയ്ത് കുടിക്കാം. 100 × 25/25. 25 100 വെട്ട 4, 4 × 25 100. നമ്മുടെ ഉത്തരം എത്രയാണ്? ഇവിടെ വെട്ടട്ടെ, ചിലപ്പോ ഉണ്ടാവും പലരും 25 25 വെട്ടിയിട്ടുണ്ടാവും. 25 വെട്ടിയാൽ 1 100 × 1 100 എങ്ങനെയും വെട്ടാം. ഓക്കെ, അതിലൊന്നും പ്രസക്തി ഇല്ലട്ടാ. ഇവിടെ വെട്ടാൻ പറ്റുമെങ്കിൽ ഇവിടെ വെട്ടാം, ഇവിടെ വെച്ചെങ്കിൽ ഇവിടെ വെട്ടാം, നോ പ്രോബ്ലം. ഉത്തരം എത്രയാണ്? ലാസ്റ്റ് എല്ലാവർക്കും 100 എന്നുള്ള ഉത്തരം കിട്ടും. ഓപ്ഷൻസിൽ എന്തില്ല? 100 ഇല്ല. സാധാരണ PSC പരീക്ഷകൾക്ക് സാധാരണ എന്തുണ്ടാവാറുണ്ട്? ചോദ്യങ്ങളിൽ മിസ്റ്റേക്ക് വരാറുണ്ട്. കഴിഞ്ഞ LP UP പരീക്ഷയ്ക്ക് പോലും 3 ക്വസ്റ്റ്യൻസിൽ വെച്ച് എന്തുണ്ടായിരുന്നു? മിസ്റ്റേക്ക് വന്നിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു ചോദ്യമായിട്ട് എന്ത് ചെയ്താൽ മതി? കണക്കാക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ഒന്നും മനസ്സിലാക്കുക, ചോദ്യങ്ങൾ ചിലപ്പോൾ മിസ്റ്റേക്ക് വരും. നിങ്ങൾക്ക് കോൺഫിഡൻസിൽ ഒരു ഉത്തരം കിട്ടിയിട്ട് പിന്നെ അവിടെ എന്ത് ചെയ്ത് നിൽക്കരുത്. ചിലപ്പോൾ ഇതേമാതിരി ഓപ്ഷനിൽ നോക്കുമ്പോൾ ഓപ്ഷൻ ഉണ്ടാവില്ല. വീണ്ടും കുറെ ഒന്നും കൂടി വേണമെങ്കിൽ ശ്രമിക്കാം, ഒന്നും കൂടി ആ ചോദ്യം ചെയ്ത് നോക്കാം. ചിലപ്പോൾ നമ്മളെടുത്ത് തെറ്റിയതായിരിക്കും. രണ്ടിട്ടും ചെയ്തിട്ടും ഒരേ ഉത്തരമാണ് അങ്ങനെ ഒരു ഓപ്ഷനിൽ ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ എന്തായിരിക്കും? ആ ചോദ്യത്തിന്റെ മിസ്റ്റേക്ക് ആയിരിക്കും. പിന്നെ വെറുതെ അതിന്മേൽ എന്ത് ചെയ്യരുത്? സമയം കളയരുത്, അടുത്ത ചോദ്യത്തിലേക്ക് പോവട്ട. ഓക്കെ, പിന്നെ കേട്ടറ്റ് പരീക്ഷയെ പോലെ ചോദ്യം തെറ്റായ ഒരു ചോദ്യം അറ്റൻഡ് ചെയ്തു എന്ന് കരുതിയിട്ട് എന്തില്ല, മാർക്കൊന്നും കിട്ടൂലട്ടാ. ഇപ്പൊ നിങ്ങളൊരു 4ാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്തു PSC,
4ാമത്തെ ചോദ്യം നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിന് 1 മാർക്കൊന്നും എന്ത് ചെയ്യില്ല, PSC തരൂല. ഓക്കെ, പരീക്ഷ 99 മാർക്കിലേക്ക് കൂട്ടും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ പിന്നെ അതിനെ കുറിച്ച് എന്ത് ചെയ്യണ്ട, ചിന്തിക്കേ വേണ്ട. ഇനി തിരിച്ചു വരാം. ഒരു സംഖ്യയുടെ 12% 81 കൂട്ടിയാൽ ആ സംഖ്യയുടെ 21% ലഭിക്കും. എങ്കിൽ സംഖ്യ എത്ര? ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. ഒരു സംഖ്യയുടെ 12% കൂടെ 81 കൂട്ടിയാൽ ആ സംഖ്യയുടെ 21% ലഭിക്കും. എങ്കിൽ സംഖ്യ എത്ര? ഉത്തരം കിട്ടിയോ? ഓപ്ഷൻ ബി ആണോ എല്ലാവർക്കും കിട്ടിയത്? ഓക്കെ, ചെയ്ത രീതി ഒന്ന് ശ്രദ്ധിച്ചോളൂ. അതായത് എങ്ങനെ ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സംഖ്യയുടെ 12%, അതായത് 12%, 81 പ്ലസ് ചെയ്താൽ 100% എന്ന് കൊടുക്കരുത്, അതേ മാറ്റുള്ളൂ. 12% കൂടെ 81 കൂട്ടിയാൽ ആ സംഖ്യയുടെ എത്ര ശതമാനത്തിലേക്ക് എത്തും എന്നാണ് പറഞ്ഞത്? 21% എത്തുന്നുള്ളൂ. അപ്പൊ ഇവിടെ എന്താ കൊടുക്കേണ്ടത്? 21% കൊടുക്കേണ്ടത്. നേരത്തെ ഇവിടെ 100% കൊടുത്തിരുന്നു, കണ്ടോ? ഇവിടെ നേരത്തെ എന്ത് ചെയ്തിരുന്നു? 100% എന്നാണ് കൊടുത്തിരുന്നത്. കാരണം എന്താണ്? അത് 100%ത്തിലേക്ക് എത്തിയിരുന്നു. പക്ഷെ ഇവിടെ ആ സംഖ്യയുടെ 21%ത്തിലേക്ക് എത്തുന്നുള്ളൂ. 12% പ്ലസ് 81 ചെയ്യുമ്പോൾ എന്തേ കിട്ടുന്നുള്ളൂ? 21% മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ലഭിക്കുന്നുള്ളൂ. എങ്കിൽ സംഖ്യ എത്ര എന്നാണ് ചോദ്യം. സംഖ്യ എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് ഈ 81 എത്ര ശതമാനമാണെന്ന് കണക്കാക്കണം. 81 എന്ന് പറയുന്നത് എത്ര ശതമാനം? അതിങ്ങനെ നോക്കിയാൽ മതി. 12-ൽ നിന്നും 21-ലേക്ക് എത്താനുള്ള എത്രയാണോ വേണ്ടത് അത്രയും ശതമാനമാണ്, അത്രയുമാണ് ഇത് 81 എന്ന് പറയുന്നത്. 12-ൽ നിന്നും 21-ലേക്ക് എത്താൻ എത്ര വേണം? 9. 9. അത് 21 എന്നാണ് കുറച്ചാൽ മതി, 12 കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9% എന്ന് കിട്ടും. ആ 9% ഏത്? 81. 9% 81. ക്ലിയർ? ഇനി എന്താ ചോദ്യം? ഇനി ചോദ്യം നോക്കാം. ചിലപ്പോൾ സംഖ്യ ചോദിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ സംഖ്യയുടെ 50%, മറ്റൊരു ശതമാനം ചോദിച്ചിട്ടുണ്ടാവും. ഏത് ചോദിച്ചാലും അത് ഇവിടെ കൊടുത്താൽ മതി. സംഖ്യ ചോദിച്ചത് കൊണ്ട് സംഖ്യ 100%ആയിട്ടാണ് പരിഗണിക്കേണ്ടത്. അതുകൊണ്ട് താഴെ എന്ത് കൊടുത്തു? 100% എന്ന് കൊടുത്തു. ഓക്കെ അല്ലേ? ഇനി ക്രോസ് ചെയ്ത് കുറിക്കാം. 100 × 81/9. 9 81 വെട്ടി 9. 100 × 9 900. ഉത്തരം എത്രയാണ്? 900. നമ്മുടെ ഉത്തരം എത്രയാണ്? 900 എന്ന് കിട്ടും. എല്ലാവർക്കും 900 കിട്ടിയോ? ക്ലിയർ? ഓക്കെ, എന്നാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഒരു സംഖ്യയുടെ 92% 60 കൂട്ടിയാൽ ആ സംഖ്യയുടെ 97% കിട്ടും. എങ്കിൽ സംഖ്യ എത്ര? ഒരു സംഖ്യയുടെ 92% 60 കൂട്ടിയാൽ ആ സംഖ്യയുടെ 97% ലഭിക്കുന്നു. എങ്കിൽ സംഖ്യ എത്ര?
ഓപ്ഷൻ എ ആണോ? എല്ലാവർക്കും ഓപ്ഷൻ എ ആണോ കിട്ടിയത്? ഓക്കെ, ശ്രദ്ധിച്ചോളൂ കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സംഖ്യയുടെ 92% 92% കൂടെ 60 കൂട്ടിയാൽ, അപ്പൊ ഈ 60 എത്ര ശതമാനമാണെന്ന് നമുക്ക് ചിന്തിക്കണം. ഇങ്ങനെ ചെയ്യണം എന്നൊന്നുമില്ല, പിന്നെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇവിടുന്ന് ഊഹിച്ചാൽ തന്നെ കിട്ടും. 92-ൽ നിന്ന് 97ലേക്ക് എത്താൻ എത്ര ശതമാനം മതി? 5% മതി. അപ്പൊ 5%മാണ് 60. പോരെ? ഇങ്ങനെ ഇത് ചെയ്യണമെന്നൊന്നും ഇല്ലട്ടോ. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. ഇപ്പൊ 92% കൂടെ 60 കൂട്ടുമ്പോൾ എവിടെ എത്തും? 97ലേക്ക് എത്തും. അപ്പൊ ഈ 92-ൽ നിന്നും 97ലേക്ക് എത്താൻ എത്രയാണോ വേണ്ടത് അത്രയുമാണ് 60. അത് എത്രയാണ്? 92-ൽ നിന്നും 97ലേക്ക് എത്താൻ 5% കൂട്ടിയിട്ടുള്ളത്. അപ്പൊ 5% ഏത്? 60 എന്ന് പറയുന്നത്. ക്ലിയർ? എങ്കിൽ സംഖ്യ എത്ര എന്നാണ് ചോദ്യം. സംഖ്യ എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? 100%. താഴെ കൊടുക്കേണ്ടത് എന്താണ്? 100%. ഇത് ക്രോസ് ചെയ്ത് കുടിച്ചാൽ മതി. 100 × 60/5. 100 × 60/5. 100ഉം 5ഉം വെട്ടാം. 100ഉം 5ഉം വെട്ടിയിട്ടുണ്ടെങ്കിൽ 20 എന്ന് കിട്ടും. 20 × 60, 2 × 6 12, 2 0 കൊടുത്താൽ 1200 എന്ന് കിട്ടും. നമ്മുടെ ഉത്തരം എത്രയാണ്? 1200. എല്ലാവർക്കും 1200 എന്നുള്ള ഉത്തരം കിട്ടിയല്ലോ. എന്നാൽ ഒരു ചോദ്യം കൂടി ചെയ്യാം. ഒരു സംഖ്യയുടെ 97% കൂടെ 27 കൂട്ടിയാൽ അതേ സംഖ്യ ലഭിക്കുന്നു എങ്കിൽ സംഖ്യയുടെ 25% എത്ര? നേരത്തെ സംഖ്യ ചോദിച്ചു, ഇവിടെ ചെറിയൊരു മാറ്റം. 25% മതി. 25% കണക്കാക്കിയാൽ മതി. ഓപ്ഷൻ എ ആണോ? ഓക്കെ, ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഒരു സംഖ്യയുടെ 97% 27 കൂട്ടിയാൽ അതേ സംഖ്യ ലഭിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതായത് 97% കൂടെ 27 പ്ലസ് ചെയ്താൽ അതേ സംഖ്യ, അതായത് 100%ലേക്ക് എത്തും. അതായത് ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് എത്ര ശതമാനമാണ് കൂട്ടുന്നത്? 3%. 97-ൽ നിന്ന് 100ലേക്ക് 3%. ആ 3%മാണ് ഏത്? 27 എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി കാണേണ്ടത് എന്താണ്? എങ്കിൽ സംഖ്യയുടെ 25 ചോദിച്ചിട്ടുള്ളൂ. ഇവിടെ താഴെ 100% കൊടുക്കേണ്ട. നമ്മളോട് ചോദിച്ചത് എത്രയാണോ അത്രയും ശതമാനം താഴെ കൊടുത്താൽ മതി. കാണേണ്ടത് 25%. അതുകൊണ്ട് താഴെ 25% എന്ന് കൊടുത്തു. ഇനി ക്രോസ് ചെയ്ത് ഗുണിക്കാം. 25 × 27/3. 27 3 വെട്ടാം. 9. 9 × 25 എത്ര കിട്ടും? 225 എന്ന് കിട്ടും. 10 ആകുമ്പോൾ 250. 9 ആകുമ്പോൾ 225. നമ്മുടെ ഉത്തരം എത്രയാണ്? 225 എന്ന് കിട്ടും. എല്ലാവർക്കും 225 എന്നുള്ള ഉത്തരം തന്നെയാണോ കിട്ടിയത്? ഓക്കെ അല്ലേ? എന്നാൽ ഒരു ചോദ്യം കൂടി ചെയ്തിട്ട് അവസാനിപ്പിക്കാം. ഒരു സംഖ്യയുടെ 17%
24 കൂട്ടിയാൽ അതേ സംഖ്യയുടെ 25% ലഭിക്കും. ഓക്കെ, 25% ലഭിക്കും എങ്കിൽ സംഖ്യയുടെ 90% എത്ര? എങ്കിൽ സംഖ്യയുടെ 90% എത്ര? ചിന്തിച്ചാൽ കിട്ടാവുന്ന ഒരു ചോദ്യമാണ്. വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. ഓപ്ഷൻ സി 270 ആണ്. ഓക്കെ, എങ്ങനെ ചെയ്യും? ഒരു സംഖ്യയുടെ 24 എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ് എന്ന് കണക്കാക്കണം. അതിനെന്ത് ചെയ്യേണ്ടത്? 17% കൂടെ 24 കൂട്ടിയാൽ എന്ത് ലഭിക്കും? ആ സംഖ്യയുടെ 25% ലഭിക്കും എന്നാണ് പറഞ്ഞത്. അതായത് 25% എത്തുന്നുള്ളൂ. അപ്പൊ 17% എന്ന് സോറി, ഈ 24 എന്ന് പറയുന്നത് 17 നിന്നും 25 എത്താൻ ആവശ്യമായ അത്രയും ശതമാനമാണ്. 17 നിന്നും 25 എത്താൻ എത്ര ശതമാനം വേണം? എത്രയാണ് കൂട്ടേണ്ടത്? 8%. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? 8% ഏത്? 24. അത് കിട്ടി. 8% 24. ഇനി ചോദ്യം എന്താണ്? എങ്കിൽ സംഖ്യയുടെ 90% ചോദിച്ചിട്ടുള്ളൂ, സംഖ്യ ചോദിച്ചിട്ടില്ല. 100% കൊടുക്കേണ്ട ആവശ്യമില്ല. ആ സംഖ്യയുടെ 90% എത്ര എന്നാണ് ചോദ്യം. ഇവിടെ എന്ത് കൊടുത്താൽ മതി? 90% കൊടുത്താൽ മതി. നമുക്ക് ഏത് ശതമാനം ചോദിച്ചാലും അത് താഴെ കൊടുത്താൽ മതി. ഈ ഒരു രീതി ചെയ്യുമ്പോൾ ഇവിടെ താഴെ എന്ത് കൊടുത്തു? 90% എന്ന് കൊടുത്തു. ഇനി ക്രോസ് ചെയ്ത് കുടിച്ചാൽ മതി. 90 × 24/8. 8ഉം 24 വെട്ടാം. 3 × 90 എത്ര കിട്ടും? 270 എന്ന് കിട്ടും. നമ്മുടെ ഉത്തരം എത്രയാണ്? 270. ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണോ? അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗണിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശതമാനം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ശതമാനം എന്ന് പറഞ്ഞാൽ 100ൽ എത്ര എന്ന് പറയുന്നതാണ് ശതമാനം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 4 മോഡലുകളാണ് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പഠിച്ചത്. ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള മോഡൽ, ഒരു സംഖ്യ തരുന്നു, അതിന്റെ ഒരു നിശ്ചിത ശതമാനം ചോദിക്കുന്നു. അങ്ങനെ ചോദിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? ആ തന്ന സംഖ്യ പോയി 100%, ചോദിച്ച ശതമാനം താഴെ കൊടുത്തിട്ട് ചെയ്താൽ മതി. അതായിരുന്നു ഫസ്റ്റ് മോഡൽ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ മോഡല് തിരിച്ച്, അതായത് ഒരു സംഖ്യയുടെ ഏതെങ്കിലും ഒരു നിശ്ചിത ശതമാനം തരും. ഇവിടെ 30% 210 എന്ന് തന്നു, എന്നിട്ട് സംഖ്യ ചോദിച്ചു. അപ്പൊ 30% 210 എന്നുള്ളത് മുകളിൽ കൊടുത്തിട്ട് സംഖ്യയല്ലേ ചോദിച്ചത്, താഴെ സംഖ്യ 100% എന്ന് കൊടുത്ത് ക്രോസ് ചെയ്ത് കുടിച്ചാൽ ഈ ഒരു മോഡലിന്റെ ഉത്തരവായി. ഇതായിരുന്നു രണ്ടാമത്തെ മോഡൽ. പിന്നെ മൂന്നാമത്തെ മോഡൽ എന്ന് പറയുന്നത് വ്യത്യാസം തന്നുകൊണ്ട് രണ്ട് ശതമാനങ്ങളുടെ വ്യത്യാസം നമ്മൾ കൃത്യമായിട്ട് തരും. 87%, 72% തമ്മിലുള്ള വ്യത്യാസം 60. അങ്ങനെ വ്യത്യാസം തന്നിട്ട് എന്ത് ചെയ്യുന്നു? സംഖ്യ ചോദിക്കുന്നു. ചിലപ്പോൾ സംഖ്യ ആയിരിക്കില്ല, മറ്റൊരു ശതമാനമായിരിക്കാം ചോദിക്കാം, അത് വിഷയമല്ല. ഓക്കെ, അപ്പൊ ഇവിടെ വ്യത്യാസം തരുമ്പോൾ ആ വ്യത്യാസം എത്രയാണോ അത്രയും ആയിരിക്കും ഈ സംഖ്യ എന്ന് പറയുന്നത്. 87%, 72% തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇത് രണ്ടും മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? 60 എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് സംഖ്യ കണ്ടെത്താം. ഇതായിരുന്നു മൂന്നാമത്തെ മോഡൽ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ മോഡൽ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഒരു ശതമാനവും തരും, ഒരു സംഖ്യയും തരും. ഒരു ശതമാനത്തിലേക്ക് എന്ത് ചെയ്യുന്നു? ഒരു സംഖ്യ കൂട്ടിയാൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? തരുന്നു. ഇപ്പൊ 70% കൂടെ 270 കൂട്ടിയാൽ, അതായത് പ്ലസ് ചെയ്താൽ
അതേ സംഖ്യ ലഭിക്കുന്നു, അല്ലെങ്കിൽ ഒരു നിശ്ചിത ശതമാനം ലഭിക്കുന്നു എന്ന് പറയും. അങ്ങനെ നമ്മുടെ ശതമാനം ചോദിച്ചാൽ ആ ശതമാനത്തിൽ നിന്നും ആ പറഞ്ഞതിലേക്ക് എത്രയാണോ കൂട്ടേണ്ടത് അത്രയും ശതമാനമായിരിക്കും എന്ത് ആ സംഖ്യ. അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു മോഡലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നത്. ഇങ്ങനെ പ്രധാനമായിട്ടും 4 മോഡലുകളാണ് എന്ത് ചെയ്യുന്നത് നമ്മള് ശതമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ എന്ത് ചെയ്യുന്നത് പഠിച്ചത്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ. തൽക്കാലം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങൾ മതി. അടുത്ത കാര്യങ്ങൾ അടുത്തത് ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിലായിട്ട് പറയാം. ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം അവസാനം